ജെമിനായി, ഞാൻ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. ബട്ട് എന്തോ ഒരു കാര്യം അവർ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്തോ അവർ മറച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ ഇത് എന്താണെന്ന് നോക്കാൻ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. കറണ്ട് ഫീലിങ്സ് റീഡിംഗിൽ എന്താ മെസ്സേജസ് പറയണമെന്ന് ഇപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിൽ കാണാം. അപ്പോ ജെമിനായി, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. ഇത് ജെമിനായി സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ് ഇത്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ജെമിനായി, ഇവിടെ ഞാൻ കാണുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത്, ഒരു പുതിയ ബിഗിനിങ്. ഓക്കെ, നല്ലൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ് ഇത്. ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു ഇമോഷണൽ കണക്ഷൻ്റെ തുടക്കം, അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇതൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്, ഒരു സോൾമേറ്റ് കണക്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് കണക്ഷൻ ആണ് നിങ്ങൾ ഫീൽ ചെയ്ത്. ഞാൻ കാണുന്നത് ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള പോലെ. 8 ഓഫ് പെന്റിക്കിൾസ്, നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്തത് നിങ്ങളുടെ ജോലിയുടെ ത്രൂ ആയിരിക്കും, വർക്കിൻ്റെ ത്രൂ, കരിയർ കണക്ഷൻ എന്തോ ഉണ്ട് ഇവിടെ. ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിലും പേജ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇവരുടെ ഭാഗത്തുനിന്നും ഞാനൊരു ക്രഷ്, ഒരു ഇൻഫാച്വേഷൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, പക്ഷെ എന്തോ ഇവർക്കൊരു ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ. ഹാങ്ഡ് മാൻ, എന്തോ അവർക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്, ബട്ട് എന്തോ ഒരു തടസ്സമുണ്ട്, ഒരു മെന്റൽ ബ്ലോക്ക് ആണ് ഇത്. അതല്ല വെച്ചാൽ അവർ എന്തോ ഫീലിങ്സ് അവർ തുറന്ന് പറയാൻ റെഡി അല്ല. അതല്ല വെച്ചാൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട് അവരുടെ, അവർ ഇതുവരെ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ പാസ്റ്റിനോ എന്തോ ഒരു ബ്ലോക്ക് ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 9 ഓഫ് സോർഡ്സ് ആണ് കറണ്ട് സിറ്റുവേഷൻ. ഈ സമയത്ത് ഞാൻ കാണുന്നത് സ്ട്രെസ്സാണ്, ആങ്സൈറ്റി, രണ്ട് ഭാഗത്തിനും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെന്ന്, അവർക്ക് മനസ്സിലാവില്ല എങ്ങനെയാ അവർ ഇത് നിങ്ങളോട് പറയേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ കമ്മിറ്റ് ചെയ്യാൻ റെഡി അല്ല, അതല്ല വെച്ചാൽ എന്തോ അവർ ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ഈ പേഴ്സന്റെ ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ ഫുൾ എനർജിയാണ് പാസ്റ്റിൽ ഞാൻ കാണുന്നത്. പാസ്റ്റിലും നിങ്ങളൊരു റിസ്ക് എടുത്തു, മുമ്പോട്ടേക്ക് പോവാനുള്ള ഒരു റിസ്ക് എടുത്തു. നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, ഇവിടെ ഞാനൊരു സ്റ്റേബിൾ എനർജിയാണ് കാണുന്നത്. പാസ്റ്റിലെ കാര്യങ്ങൾ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു നല്ലൊരു സെലിബ്രേഷൻ ആണ് കാണുന്നത്, ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചറാണ് കാണുന്നത്, ഒരു ഫാമിലി, ഫ്യൂച്ചർ, മാരേജ്, അതൊക്കെ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ എന്തോ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൺ എന്താ ഇപ്പോൾ പറയാൻ പോണത്, എന്താണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾ കുറെ ക്യൂരിയസ് ആണ്. എന്താ വെച്ചാൽ ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണു, പക്ഷെ ആ ബ്ലോക്ക് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കണു. നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കുറെ. എന്താണ് ഈ പേഴ്സൺ ഇങ്ങനെ ബിഹേവ് ചെയ്യണത്, എന്താണ് അവരുടെ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം, എന്തുകൊണ്ടാണ് അവരൊന്നും പറയാത്തത്. അപ്പോൾ ഈ പേഴ്സന്റെ ഫീലിങ്സ് ക്വീൻ ഓഫ് വാൻസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവർ കുറെ ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആണ്. പുറത്തുനിന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നില്ല, പക്ഷെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് അവർ ഒളിപ്പിക്കണം. എന്തോ അവരുടെ ലൈഫിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, അതിന് അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടില്ല അതുവരെ. ഈ ക്ലാരിറ്റി പക്ഷെ അവർക്ക് നിങ്ങളോട്
നിങ്ങൾക്ക് തരണം എന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്കൊന്നും മറച്ചു വെക്കണം എന്നില്ല. ഞാൻ ഇവിടെ ക്ലാരിറ്റി കാണുന്നുണ്ട്, ഒരു പുതിയ തുടക്കത്തിന്റെ എനർജി കാണുന്നുണ്ട് ഈ പേഴ്സന്റെ ഭാഗത്തിന്. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇവിടെ? നിങ്ങളുടെ ഇന്റൻഷൻ എന്താ വെച്ചാൽ ഇവരോട് ക്ലിയർ ആയി തുറന്ന് സംസാരിക്കാനുള്ള ഇന്റൻഷൻ ആണ് നിങ്ങളുടെ. അപ്പൊ നിങ്ങൾ കുറച്ചൊരു പ്ലാൻ ആണ് ചെയ്യണത്. എന്താണെന്ന് മനസ്സിലാവില്ല നിങ്ങൾക്ക്. എന്താ വെച്ചാൽ ചില സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കണക്ഷൻ നല്ലതായി മുമ്പോട്ട് പോവും, പിന്നെ ഇടയ്ക്ക് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇല്ല, കോണ്ടാക്ട് ഇല്ല, അതുപോലെ ഒരു എനർജി ഉണ്ട്. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവരോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. ഈ പേഴ്സന്റെ ഇന്റൻഷൻ എന്താണ്? മെജിഷ്യൻ. അവരെന്തോ മാനിഫെസ്റ്റ് ആണ് ചെയ്യണത് അവരുടെ ലൈഫിൽ. പക്ഷെ എന്തോ അവർക്ക് സമയം വേണം. എന്താ വെച്ചാൽ ഹീൽ ചെയ്യാൻ സമയം വേണം. അവർ റെഡി അല്ല. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവരൊരു തുറന്ന് കാര്യങ്ങൾ പറയാൻ കുറച്ചൊരു സമയം എടുക്കും അവർക്ക്. നിങ്ങളുടെ എന്താണ് ആക്ഷൻ ഉണ്ടാവാൻ പോണത്? കിങ് ഓഫ് കപ്സ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് ആണ് കേൾക്കാൻ പോണത്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് ഈ സമയം ശരിയാണെന്ന് വെച്ചാൽ അപ്പോൾ ആണ് നിങ്ങൾ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്യുക. ഈ പേഴ്സന്റെ എനർജി ആക്ഷനിൽ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. ഇവരുടെ ഭാഗത്തുനിന്നും ഞാൻ കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, ബട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് അവർ വെയിറ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യണു. മേ ബി ഉടനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല, ബട്ട് അവർ റെഡി ആവുമ്പോൾ അവർ തന്നെ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. എന്താണ് ഔട്ട്കം ഇവിടെ ഉള്ളത്? ഈ റിലേഷൻഷിപ്പ് ഔട്ട്കം എന്താണ്? ഈ റിലേഷൻഷിപ്പ് ഔട്ട്കം ഡെത്തും റീബേർത്ത് ആണ്. അപ്പൊ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഇത് ശരിയാവില്ല എന്ന്, പക്ഷേ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നുണ്ട്. റൊമാൻറ്റിക് മെസ്സേജസ് ഉണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ചില ബ്ലോക്സ് ഉണ്ട് ഇപ്പോൾ, പക്ഷെ ആ ബ്ലോക്സ് മാറിപ്പോവും. ഇത് അങ്ങനെ അത്ര വലിയ ബ്ലോക്ക് ഒന്നുമല്ല. എന്താ വെച്ചാൽ ഇത് ഒരു ഡിവൈൻ എന്താ പറയുക, ഡെസ്റ്റിൻഡ് കണക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ എവിടെയോ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്ങും ഉണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി. എന്താണ് ഇവിടെ നിങ്ങളുടെ മെസ്സേജ്? അപ്പോൾ ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് പൈസീസ്, ക്യാൻസർ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ് ഉണ്ട്. ഇവിടെ വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മാതിരി ഈ ബ്ലോക്സ് ടെമ്പററി ആണ്. ഇത് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യില്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ കാണുന്നത് ഇവിടെ. ജെമിന, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലെയിം ചെയ്യുക റീഡിങ്, കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.